വിജ്ഞാനം കുറഞ്ഞു വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന വിജ്ഞാനത്തിന്റെ സാഗരം ഇല്ലാതാകുന്നതോടുകൂടി പ്രകാശവും കുറഞ്ഞു വരിക. ഇത് ലോകത്തിന്റെ ഒരു പ്രതീകമാണ്. അതേ രീതിയിൽ തന്നെ പിന്നെ ഓരോ സഹാബത്ത്, അവർക്ക് ശേഷം താബിഈങ്ങൾ, അവർക്ക് ശേഷം തബഉ താബിഈങ്ങൾ, മഹത്തുക്കളൊക്കെ ഓരോരുത്തരും വഫാത്താകുമ്പോ, നല്ല നല്ല ആളുകൾ വഫാത്താകുമ്പോ പിന്നീട് ദീൻ കുറഞ്ഞു വരിക. അല്ലാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കുമെന്നുള്ള കാര്യം സുനിശ്ചിതമാണ്. സർവർക്കും മരണമുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അതിലാരും സംശയിക്കേണ്ടതില്ല. അവസാന കാലഘട്ടം എത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഏറ്റവും മോശപ്പെട്ട ജനവിഭാഗങ്ങളായിരിക്കും ഈ ഭൂലോകത്തുണ്ടാവുക. ഏറ്റവും മോശപ്പെട്ട ജനവിഭാഗങ്ങളായിരിക്കും. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ലാ തഖൂമു സ്സാഅ ഇല്ലാ അലാ ശറാരിൽ ഖൽഖ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഈ ലോകം അവസാനിക്കുകയില്ല സഹാബ, ഈ ലോകം നശിക്കുകയില്ല സഹാബ, ഇല്ലാ അലാ ശറാരിൽ ഖൽഖ്. സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ട ജനവിഭാഗത്തിന്റെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. മഴ കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടാകണ്ട, കുറച്ചുപേര് കയറിയിരുന്നോളി. അതാ നേരത്തെ പറഞ്ഞത്. മാന്യമായി പറയുമ്പോൾ കേൾക്കാൻ തയ്യാറല്ലേ? പിന്നെ കസേരയുടെ ഫ്രണ്ടിക്ക് പോയി നിങ്ങൾക്ക് തിരിയൂല. അങ്ങനെ അവിടെ കയറിയിരുന്നോളി. ഇതിനെ മടിക്കുന്നു. പോരെ. കാരണം ഞാൻ ഇന്നലെ തുടങ്ങിയല്ല, അതുകൊണ്ട് എനിക്കറിയാം മഴ കൊണ്ട് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിയൂല എന്നുള്ള കാര്യം നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾ വരൂല, നിങ്ങൾ അവിടെ തന്നെ ഇരിക്കുക. കാരണം ഇതിന്റെ ശബ്ദം കാരണം ഒന്നും മനസ്സിലാവൂല. അടുത്തിരുന്നോ. എന്ത് ആശിക്കോടെ കസേരയായിട്ട് ഫ്രണ്ട് ഇവിടെ ഒളിച്ചിരിക്കുക. ഏറ്റവും ഫ്രണ്ടി വന്നിരുന്നു. ഇവിടെ ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കും. അവസാന കാലഘട്ടമാകുമ്പോ ഏറ്റവും മോശപ്പെട്ട ജനവിഭാഗമായിരിക്കും ഈ ഭൂലോകത്തുണ്ടാവുക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മോമിനീങ്ങളെ ആ സമയത്തുണ്ടാവൂല. മോമിനീങ്ങളുടെ മേൽ നല്ല ഒരു കാറ്റ്, ശുദ്ധമായ വായു അള്ളാഹു അയച്ച് ആ മോമിനീങ്ങളെയൊക്കെ അള്ളാഹു മരിപ്പിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് വിധങ്ങൾ പഠിപ്പിക്കുന്നത്. ലാ തഖൂമു സ്സാഅ ഇല്ലാ അലാ ശറാരിൽ ഖൽഖ്. സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ട ജനങ്ങളുടെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും മോശപ്പെട്ട ഖൗമായിരിക്കും അന്നുണ്ടാവുക. ഒന്നുമില്ല. അള്ളാഹു എന്താണെന്ന് ചോദിച്ചാൽ അറിയാൻ മേല, പടച്ചറബിനെ തിരിച്ചറിയാൻ മേല. അങ്ങനത്തെ ഒരു വിഭാഗം. നമസ്കാരമില്ല, ഇബാദത്തിൽ ഒന്നുമില്ലാത്ത ഒരു ഖൗമ്, അറിവില്ലാത്ത, വിവരമില്ലാത്ത, അല്ലെങ്കിൽ അറിവുണ്ടിട്ടും അറിവില്ലാത്തതുപോലെ അഭിനയിക്കുന്നതാകുന്ന ഒരു വിഭാഗമായിരിക്കും അന്നുണ്ടാവുക. ലാ തഖൂമു സ്സാഅ അലാ അഹദിൻ യഖൂലു അല്ലാഹ് എന്ന് പറയുന്ന ഒരാളെങ്കിലും ഈ ഭൂലോകത്തുണ്ടായിരിക്കെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അഥവാ അല്ലാഹ് എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തി പോലും ഈ ലോകത്തുണ്ടാകാത്ത സാഹചര്യം എന്ന് ഈ ലോകത്തിന് സംജാതമാകുന്നു. അന്ന് ഈ ലോകത്തിന്റെ അവസാനമാണ് നബിയുനാ റസൂലുള്ളാഹി. എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തി പോലും ഇല്ലാത്തൊരവസ്ഥാവിശേഷം എന്ന് ഈ ലോകത്തിന് വരുന്നു. അന്ന് ഈ ലോകം അവസാനിക്കും.
അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ദിക്റില്ലാത്ത ഒരു കാലഘട്ടം മനുഷ്യ ജീവിത വിജയത്തിന് നിദാനമാണല്ലോ ദിക്ർ. അല്ലേ? 4 കാര്യങ്ങളാണ് ഈ ദുനിയാവിലെ നിധികളെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 4 കാര്യങ്ങളാണ്. അതേതാണ്? സ്വർണമോ വെള്ളിയോ പൈസയോ കറൻസിയോ ഒന്നും അല്ല നിധിയായി നബി തങ്ങൾ പരിചയപ്പെടുത്തിയത്. قال رسول الله صلى الله عليه وسلم 4 من كنز الدنيا. 4 കാര്യങ്ങൾ ഈ ദുനിയാവിലെ നിധികളാണ് സഹാബ, ഈ ദുനിയാവിലെ നിധികളാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. 4 കാര്യങ്ങൾ ഈ ദുനിയാവിലെ നിധികളാണ്, പഠിച്ചു വെക്കേണ്ടതാണ്. ഏതൊക്കെയാണ് ആ 4 നിധികൾ? 1 ലിസാനുൽ വാക്കിർ, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്ന നാവാണ് നാവ. അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്ന നാവാണ് നാവാൻ. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറപ്പിനെ സ്മരിക്കുന്നവരുണ്ടോ? അവനെ സ്മരിച്ചുകൊണ്ട് ദിക്ർ ചൊല്ലുന്ന നാവുണ്ടോ? അവൻ ഒന്നാമത്തെ നിധി കൈവശപ്പെടുത്തിയെന്ന് നബിയുനാ റസൂലുള്ളാഹി. ദിക്ർ ചൊല്ലുക, ദിക്ർ ചൊല്ലുന്ന നാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലയോ? രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ സുബഹിക്ക് ശേഷവും മഗ്രിബ് ശേഷവും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. 10 പ്രാവശ്യം ഏതൊരു മുഅ്മിൻ ചൊല്ലുന്നുണ്ടോ, മുഅ്മിനത്ത് ചൊല്ലുന്നുണ്ടോ, അവരുടെ സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. സമുദ്രത്തിലെ നുരകൾക്ക് സമാനമായിട്ടാണ് എങ്കിലുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. സമുദ്രത്തിലെ നുരകൾ പതകൾക്ക് സമാനമായിട്ടാണ്. കടലിൽ പോയി നമ്മൾ നിൽക്കുക, തിരൂര് കടപ്പുറത്ത് പോയി നിൽക്കുമ്പോൾ ഇങ്ങനെ തിരയടിക്കുന്ന സമയത്ത് പതകൾ ഉണ്ടാകും അല്ലേ? ആ പതകൾക്ക് എണ്ണമില്ല. അതിന്റെ എണ്ണത്തിന് സമാനമായിട്ട് പാപം നിങ്ങൾ ചെയ്താലും അള്ളാഹു പാപം നിങ്ങൾക്ക് പുറത്തു വരും. എന്ത് ചെയ്താൽ മതി? സുബഹി കഴിഞ്ഞും മഗ്രിബിന് ശേഷം എന്ത് ചെല്ലണം? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. എത്ര പ്രാവശ്യം ചെല്ലണം? 10 വട്ടം ചെല്ലണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. സുബഹി കഴിഞ്ഞു മഗ്രിബ് കഴിഞ്ഞു ചെയ്യൂല ഇൻഷാ അല്ലാഹ്. എത്ര പാപം ഉണ്ടെങ്കിലും അള്ളാഹു പുറത്തു തരും. ഹദീസാണ്. വഇൻ കാനത മിസ്ല സബദിൽ ബഹർ, സമുദ്രത്തിൽ നിന്ന് കരയിലേക്ക് അടിച്ചു വീശുന്നതാകുന്ന സമുദ്രത്തിന്റെ നുരകൾക്ക് പതകൾക്ക് സമാനമായിട്ട് പാപമുണ്ടെങ്കിലും പുറത്തു തരും അള്ളാഹു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെയ്തുകൂടെ സഹോദരങ്ങളെ? സുഖമായി പറ്റും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇപ്പൊ റമദാൻ കഴിഞ്ഞിട്ടും സുബഹി റമദാന് ചെയ്തു കണ്ടിരുന്നതായ പ്രവർത്തനങ്ങൾ അതേപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം മാത്രമേ നമ്മളിപ്പോ നിത്യാക്കിയിട്ടുള്ളൂ. ഏതാണെന്നറിയോ? ഏതാണ്? തഹജ്ജുദ് അല്ല, അതൊക്കെ പോയി. അതിപ്പോ ഈ 6 നോമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതും പോയി. തഹജ്ജുദ് പോയി, സുബഹിയുടെ സുന്നത്ത് പോയി, സുബഹി ചിലപ്പോ ഉണ്ടാവും. ഒരു കാര്യം മാത്രം നമ്മൾ കറക്റ്റ് ആയിട്ട് റമദാനിൽ ചെയ്തത് ഇപ്പോഴും നിലനിർത്തി പോരുന്നുണ്ട്. ഏതാന്ന് പറയാം? സുബഹി കഴിഞ്ഞിട്ടുള്ള ഉറക്കം അതിപ്പോഴും കറക്റ്റ് ആയിട്ട് കറക്റ്റ് അല്ലേ? ശരിയാണെന്ന് അഭിപ്രായമുള്ളവരെന്ന് കൈ ഉയർത്തിക്കും. അത് മാത്രം, ബാക്കിയൊന്നുമില്ല. റമദാൻ കഴിഞ്ഞിട്ട് നമ്മൾ നിലനിർത്തിയതാകെ ഒന്ന് മാത്രം. സുബഹി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഒന്ന് ഉറങ്ങും. അതാണ് നമ്മൾ ചെയ്തു വരുന്നത്. വേറെ ഒന്നും നമുക്കില്ല ഇപ്പൊ ജീവിതത്തിൽ. അത് നമ്മൾ എന്ത് ചെയ്യും? കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകും. അത് നമ്മൾ ഒഴിയത്തില്ല. അടുത്ത കൊല്ലം വരെ നമ്മൾ റാഹത്തായ നിലയിൽ കൊണ്ടുപോകും. നമുക്ക് അടുത്ത കൊല്ലം വരെ ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകാനും നമ്മൾ റെഡിയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അത് റമദാനി മാത്രമല്ല, റമദാൻ അല്ലാത്തപ്പോഴും ആ സമയത്ത് ഉറങ്ങാൻ പാടില്ല. സുബഹി കഴിഞ്ഞാൽ ഉടനെ. അതിനാണ് പള്ളിയിൽ ഒരു ടൈം ടേബിൾ വെച്ചിരിക്കുന്നത്. ആ ഉദയം വരെ അതിന് സമയം കൊടുത്തിട്ടുണ്ട്. 6, 5, 6, 10 എന്നൊക്കെ ടൈം കൊടുത്തിട്ടുണ്ട്. എന്തിനാണത്? ചിലടത്ത് ടൈം അവിടെ ഒന്നും കൊടുത്തിട്ട് തന്നെ ഇല്ല. കാരണം അത് ശ്രദ്ധിക്കുന്നില്ല എന്നർത്ഥം. ശ്രദ്ധിക്കുന്ന ആൾക്കാരും ഇല്ല, അതുകൊണ്ട് പിന്നെ അങ്ങനെ ശ്രദ്ധിക്കാനും ഇല്ല. എന്തിനാണത്? അതുവരെ ദിക്റിലായി ആരെങ്കിലും കഴിഞ്ഞുകൂടിയാൽ വലിയ കൂലിയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ.
ഞാൻ പറഞ്ഞു വരുന്നത് ദിക്റിന്റെ മഹാത്മ്യമാണ്, നിസ്സാര കാര്യമല്ല. അള്ളാഹുവിന് ദിക്ർ ചെല്ലുന്ന നാവ് ഒരു വ്യക്തിക്ക് ഒരു കിട്ടിയാൽ ദുനിയാവ് മുഴുവൻ അവന്റെ കയ്യിൽ കിട്ടി. ദുനിയാവിൽ ഒരു നിധി അവന്റെ കൈവശമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. قال رسول الله صلى الله عليه وسلم قوم صلوا الصبح وذكروا الله عز وجل حتى تطلع الشمس تعدل عمرة تامة تامة تامة. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഖൗമുൻ സല്ലവു സുബ്ഹ, ഒരു സമൂഹം സുബഹി നമസ്കരിച്ചു, വദക്കറുല്ലാഹ അസ്സ വജല്ല, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ടവർ കൂടുകയാണ്. പരിശുദ്ധമായ ദിക്റിലായി, തസ്ബീഹിലായി, തഹ്ലീലിലായി, വിശുദ്ധ ഖുർആൻ ഓതലിലായി, സ്വലാത്തിലായി അവർ നിലകൊള്ളുകയാണ്. ഹത്താ തത്ലു അശംസു, സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്റിലായി നിലകൊണ്ടാൽ തഅദിലു ഉംറതൻ താമ്മ താമ്മതൻ താമ്മ, പരിപൂർണമായ ഉംറ നിർവഹിച്ച പ്രതിഫലം അവർക്ക് അല്ലാഹു രേഖപ്പെടുത്തുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഉസ്താദേ, എനിക്ക് 50,000 രൂപ മുടക്കി പരിശുദ്ധമായ ഉംറ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ പണമില്ല എന്ന് പറയുന്ന ഉമ്മ, പണമില്ല എന്ന് പറയുന്ന ചെറുപ്പക്കാരാ, നിനക്കെല്ലാ ദിവസവും ഉംറ നിർവഹിച്ച പ്രതിഫലം ലഭിക്കണോ? സുബഹി നമസ്കരിച്ചിട്ട് ഉദയം വരെ ദിക്ർ ചൊല്ലി കൂടിക്കോ. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച പാഠമാണ്, പാഠമാ. തഅദിലു ഉംറതൻ താമ്മതൻ താമ്മ, പരിപൂർണമായ ഉംറയുടെ പ്രതിഫലം ലഭിക്കുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എല്ലാ ദിവസവും ചെയ്താൽ എല്ലാ ദിവസവും ഉംറ നിർവഹിച്ച പ്രതിഫലം ഉദയം വരെ ദിക്റിലായി കഴിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് നമ്മള് മഹലിലെ ഖത്തീബുമാര്, വലിയ വലിയ ഉസ്താദുമാരെയൊക്കെ നോക്കി അവര് ആ ഉദയം വരെ അങ്ങനെ ദിക്റിലായി കഴിഞ്ഞുകൂടും. നമ്മളെന്താ ഈ ഉസ്താദ് ഉറങ്ങാത്തത്, അല്ലെങ്കിൽ ഈ ഇദ്ദേഹം എന്താ ഉറങ്ങാത്തത്, ഈ കാരണവർക്ക് എന്താ ക്ഷീണമില്ലാത്തതൊന്നുമില്ല. അവർക്ക് പണ്ട് മുതലേ ആലിമീങ്ങൾ കാണിച്ചു കൊടുത്തൊരു മാതൃകയാണ്. അവരാ ഉദയം കഴിഞ്ഞിട്ടേ പള്ളിയിൽ നിന്ന് പുറത്തു പോകുള്ളൂ. ചിലരുണ്ട് ഈ തസ്ബീഹ് പിടിച്ചിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ കിടന്ന് കറങ്ങുക, ഒഴി കറങ്ങുന്ന പോലെ കറങ്ങുക. ചുമ്മാ ചെല്ലുമൊന്നുമില്ല, എന്തെങ്കിലും ഫനായ്ക്ക് പറ്റി ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് വേണം കടയിൽ പോയിരുന്നു പറയാൻ. തസ്ബീഹ് പിടിച്ചോണ്ട് ഇങ്ങനെ പത്തി കിടന്ന് റോന്തി തെറ്റിയ അതല്ല ഈ പറഞ്ഞത്. അവിടെ ഇരുന്നിട്ട് അനക്കം ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് റാഹത്തായ നിലയിൽ ചെല്ലി അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉദയം വരെ സുബൈക്ക് ശേഷം ഒരു ദിക്ർ കിട്ടി, ഉദയം വരെ ദിക്ർ ചെല്ലുന്നതിന്റെ മഹത്വവും കിട്ടി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു ഉംറ നിർവഹിച്ച് പാപവും പൊറുപ്പിച്ച് ഇറങ്ങാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ചെയ്യൂല ഇൻഷാ അല്ലാഹ്, ചെയ്താൽ രക്ഷപ്പെട്ടു. ഡെയിലി ചെയ്താൽ ഡെയിലി ഓരോ ഉംറ. അപ്പൊ ഈ ഉംറ കൊണ്ടങ്ങ് മതിയാക്കിയാൽ മതിയായിരുന്നു, മറ്റേന് പോകണ്ടല്ലോ. അത് ഏതുപോലെ ഇരിക്കും. നമ്മൾ 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാലും ഒരു ഖത്തം തീർത്ത് പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതേപോലെ ഇരിക്കും. അതും പറഞ്ഞു കൊടുക്കണമല്ലോ. അല്ലെങ്കിൽ ചിലർ ഇത് തന്നെ ഉള്ളൂ, ആശില്ല എന്ന് പറഞ്ഞിട്ട് ഇത് തന്നെ നടത്തിക്കൊണ്ട് ഉംറയ്ക്ക് പോകുന്നില്ല. സൂറത്തുൽ ഇഖ്ലാസ് തഅദിലു സുലുസുൽ ഖുർആൻ. നബിയുനാ റസൂലുള്ളാഹി സൂറത്തുൽ ഇഖ്ലാസ് വിശുദ്ധ ഖുർആനിന്റെ 3/1. 3 പ്രാവശ്യം ഓതിയാൽ ഖുർആൻ മുഴുവനും ഓതിയ പ്രതിഫലമാണ്. റമളാനിൽ ഒരാൾ ഖത്തം തീർക്കാതെ ഖുൽ ഹുവല്ലാഹു 3 വട്ടം അടിച്ചുകൊണ്ടിരിക്കുക. ഖത്തം തീർക്കാന്ന് പറഞ്ഞാൽ കൂലി കിട്ടുമോ? അത് കൂലി കിട്ടും, ആ കൂലി ഉണ്ടാവുള്ളൂ. അതിനൊരു കൂലിയുണ്ട്, ആ ഒരു കൂലി ഉണ്ടാവും. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യുന്ന തൗഫീഖ് നൽകട്ടെ. ചെറിയ കാര്യമല്ല. നമ്മളെ അള്ളാഹു വെറുതെ സൃഷ്ടിച്ചതല്ല, മനസ്സിലായിക്കോ, വെറുതെ സൃഷ്ടിച്ചതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ ഒരു സ്വഹാബി മറ്റൊരു സ്വഹാബിയുമായി കഴുതപ്പുറത്തിരുന്നു കൊണ്ട് സംസാരിക്കുന്നത് കാണുകയാണ്. കഴുതപ്പുറത്തിരുന്നു കൊണ്ട് സംസാരിക്കുന്നു. രണ്ടുപേരും കഴുതപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കഴുതയുടെ പുറത്തിരുന്ന് സംസാരിക്കുക. ദുന്യവിയായ സംസാരം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ അവരോടായിട്ട് പറയുകയാണ്, ഇർകബൂഹാ സാലിമാ
വദഊഹാ സാലിമാ വലാ തത്തഖിദൂഹാ كراسي لأحاديثكم رب مركوب خير من راكبها وأكثر ذكرا لله منه. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഇർകബൂഹാ സാലിമാ, അല്ലയോ സാബത്തെ, ഒന്നെങ്കിൽ നിങ്ങൾ അതിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് മാന്യമായി യാത്ര ചെയ്യണേ. വദഊഹാ സാലിമാ, അല്ലെങ്കിൽ അതിനെ നിങ്ങൾ വെറുതെ വിട്ടേക്കണേ. ഒന്നില്ലെങ്കിൽ അതിന്റെ മുകളിൽ കയറിയിരുന്ന് സംസാരിക്കാതെ മാന്യമായി യാത്ര ചെയ്യും. ദിക്ർ ചൊല്ലിക്കൊണ്ട് പോയി. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. അതല്ലെങ്കിൽ ആ കഴുതയെ വെറുതെ വിടും, അതിന്റെ മുകളിൽ നിങ്ങോട്ട് ഇറങ്ങി, നിങ്ങൾ മാറി നിന്ന് സംസാരിച്ചോ. നബിയുടെ വാക്കാണ്, നിങ്ങളുടെ കൊച്ചു വർത്തമാനങ്ങൾ പറയാറുള്ളതാകുന്ന കസേരകളാക്കി ആ കഴുതയുടെ പുറത്ത് നിങ്ങൾ മാറ്റരുതേ. സയ്യിദുനാ റസൂലുള്ളാഹി കഴുതയുടെ പുറത്തിരുന്ന് സംസാരിച്ചപ്പോൾ നബിതങ്ങൾ ശകാരിക്കാൻ. കഴുതയാണ് ഏറ്റവും മോശപ്പെട്ടത്, അല്ലേ? ഇന്ന അൻകറൽ അസ്വാത്തിൽ സൗത്തുൽ ഹമീർ. ഖുർആൻ തന്നെ പറഞ്ഞു, ലോകത്ത് ഏറ്റവും അരോചകം കഴുതയുടെ സ്വരമാണ്, കഴുതയുടെ രാഗമാണ്, കഴുതക്കരച്ചിലാണ്. അങ്ങനത്തെ കഴുതയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അതിന്റെ മുകളിൽ കയറി നിന്നിട്ട് നിങ്ങൾ വർത്തമാനം പറയരുതേ. എന്നിട്ട് നബി തങ്ങൾ പറയാൻ, റുബ്ബ മർകൂബിൻ ഖൈറും മിൻ റാകിബിഹാ, എത്രയെത്ര വാഹനങ്ങളാണ് വാഹനത്തിൽ സഞ്ചരിക്കുന്നവരെക്കാൾ ഉത്തമരായിട്ടുള്ളത്. എത്രയെത്ര വാഹനങ്ങളാണ് വാഹനക്കാരെക്കാൾ വാഹനത്തിൽ സഞ്ചരിക്കുന്നവരെക്കാൾ ഉത്തമരായിട്ടുള്ളത്. അഥവാ ഈ കഴുതയാണ് നിങ്ങളെക്കാൾ ഉത്തമമെന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്താ കാരണം? ആ കഴുതപ്പുറത്തിരുന്നുകൊണ്ട് സംസാരിക്കുന്നവരെക്കാൾ അല്ലാഹുവിനെ ദിക്ർ ചെല്ലുന്നത് ഈ വാഹനമാണ്, കഴുതയാണ്. ഹബീബായ റസൂലുള്ളാഹി. കഴുതകളുടെ കരച്ചിൽ അല്ലാഹുവിന്റെ തസ്ബീഹാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തവളകളെ കൊല്ലരുത്, തവളയെ കൊല്ലരുത്. സയ്യിദുനാ റസൂലുള്ളാഹി നഖീഖുഹാ തസ്ബീഹുൻ, ആ തവളകളുടെ കരച്ചിലില്ലേ, നമ്മൾ ക്രോ ക്രോ എന്ന് പറഞ്ഞ ഒച്ചയിടുന്ന രാത്രി കേൾക്കാറില്ല, അത് തസ്ബീഹാണ്. സയ്യിദുനാ റസൂലുള്ളാഹി നഖീഖുഹാ തസ്ബീഹ്. മനസ്സിലാക്കണം നമ്മൾ. എല്ലാ ജീവജാലങ്ങളും അല്ലാഹുവിനെ സ്തുതിക്കുന്നുണ്ട്, മനുഷ്യൻ ഇങ്ങനെ കളിച്ച് രസിച്ച് നടക്കുക. നമ്മൾ റമദാൻ എന്തോ ദിക്ർ ചൊല്ലി, റമദാൻ കഴിഞ്ഞ് 6 ദിവസം കഴിഞ്ഞു, പിന്നെ ദിക്റും ഇല്ല, ഔറാദും ഇല്ല, ഒന്നുമില്ല. തറാവീഹ് നമസ്കരിച്ചുകൊണ്ടിരുന്നപ്പോ അതിനോടൊപ്പം നമ്മളൊരു 3 റക്അത്ത് വിത്ർ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വിത്ർ എന്ന് പറഞ്ഞ പരിപാടി എന്നെ എടുത്ത് കളി. ഞാൻ അടുത്ത റമദാൻ കാണാം. അസ്സലാമു അലൈക്കും. അല്ലേ, തറാവീഹ് എന്തായാലും ഇല്ല, എന്നാ പിന്നെ വിത്റെങ്കിലും അതില്ല, അത് ഒഴിവാക്കി. ഇതൊന്നും അതാ ഞാൻ പറഞ്ഞു, നമ്മൾ ആകെ റമദാൻ കഴിഞ്ഞ് പിന്നെ കൊണ്ടുവന്നത് ഈ സുബൈക്ക് ശേഷമുള്ള ഉറക്കം മാത്രം, അതോ നമുക്കൊരു ഉംറ നഷ്ടപ്പെടുത്തുന്ന ഉറക്കവുമാണ്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ. അല്ലാഹുവിന്റെ ദറജ ഉയർത്തട്ടെ. ബറക്കത്ത് കെട്ടവനായിരിക്കണം, വലിയ മഹത്വമാണത്, പോരിച്ചുള്ളതാണ്. ബറക്കത്ത് വലുതാണ്. എങ്കിലും നിങ്ങൾ മനസ്സിലാക്കിക്കോ, ജീവിതത്തിലെ ഏറ്റവും വലിയ ബറക്കത്ത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഏറ്റവും നല്ലൊരു സമയമാണ് ഇത്, സുബഹിക്ക് ശേഷമുള്ള സമയം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇന്ന് അധികം മുസ്ലിം സഹോദര സഹോദരിമാരും ആ സമയത്ത് ഉറങ്ങുന്നവരാ. അതുകൊണ്ട് തന്നെ എന്ത് പറ്റി, നല്ലൊരു ജോബ് എത്ര നോക്കിയിട്ടും കിട്ടുന്നില്ല. എത്ര ഉറുക്കെഴുതിക്കൊണ്ട് കിടന്നിട്ട് അവന് റെഡിയാകുന്നില്ല. എന്താ കാര്യം? സുബൈ കഴിഞ്ഞിട്ട് ഉറക്കോ, ഔറാദില്ല, ഖുർആനോത്തില്ല, ദിക്റില്ല. നോക്കിക്കോ, നമ്മുടെ മക്കളെ കിടന്ന് നോക്കിക്കോ, ഒക്കെ വലിയ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ടാവും, എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുണ്ടാവും, സിവിൽ എഞ്ചിനീയറിംഗ് അത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു, BA പഠിച്ചിട്ടുണ്ട്, MA പഠിച്ചിട്ടുണ്ട്, ഫായിദയില്ല, ജോലിയില്ല, അവന് ഇതുവരെ ഹൈറായ നിലയിൽ എത്തിയിട്ടില്ല. ദ്വാരക്കണം. എന്താ കാരണം? സുബൈ കഴിഞ്ഞ ഉറക്ക, 3 മണി വരെ മൊബൈൽ ഫോൺ, പിന്നെ ഉറക്കോ. ഒരു 8-8 ആകുമ്പോഴേ നമ്മൾ എഴുതിയേക്കുള്ളൂ.
അതുകൊണ്ട് തന്നെ പലജാതി അസുഖങ്ങളും പ്രശ്നങ്ങളും ക്ഷീണങ്ങളും സമൂഹത്തിന് വന്നുപോയി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ ആ കഴുതകളെ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, ഈ കഴുതപ്പുറത്ത് നിങ്ങൾ ഇറങ്ങി, നിങ്ങളെക്കാൾ ഉത്തമർ ഈ കഴുതകളാണ്. കാരണം അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ദിക്ർ ചെല്ലുന്നവർ ഇവരാൻ. അതുകൊണ്ട് അതിന്റെ മുകളിൽ കയറിയിരുന്നു കൊണ്ട് സംസാരിക്കരുത് എന്ന് ആദരവായ ഷഫീആയ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളോടാണെങ്കിൽ എന്ത് പറയണം? നമ്മൾ വാഹനത്തിൽ കയറിയ പിന്നെ സംസാരം തന്നെയാണ്. ചിലരുടെ അങ്ങനെ റെക്കോർഡ് ടേപ്പ് തുറന്നു വെച്ചതുപോലെയാണ്, ടേപ്പ് തുറന്നതുപോലെ വർത്തമാനം അങ്ങ് തുടങ്ങും. വാഹനത്തിൽ കയറിയാൽ പിന്നെ എല്ലാവരും ഒന്നില്ലെങ്കിൽ അശ്ലീല പാട്ടുകൾ കേട്ടുകൊണ്ട് യാത്ര ചെയ്യുന്നവരാണ്. അല്ലാഹു ആക്കട്ടെ. ഇന്നൊരു പുതിയ വാഹനം വാങ്ങിച്ചാലും ആദ്യം ഫിറ്റ് ചെയ്യുന്നത് അതിനകത്ത് മ്യൂസിക് സിസ്റ്റമാണ്. എന്നിട്ട് പാട്ടിട്ട് കേൾക്കുക. അതാണ് ആദ്യത്തെ മെയിൻ ട്രെൻഡ്. 24 മണിക്കൂർ നമ്മുടെ ഹൃദയത്തിലേക്ക് അശ്ലീലത കൊണ്ടുവരികയാണ്. ഒരു ഖുർആനിന്റെ ഓതിന് പോലും കേൾക്കാത്തതായ കാതുകളായി നമ്മുടെ കാതുകൾ മാറി. കേൾക്കാൻ തന്നെ രസമില്ലാത്ത കാതുകളായി പോയി. നഊദു ബില്ലാഹ്. കേട്ടാൽ തന്നെ അരോചകമാകുന്ന കാതുകളായി പോയി. കാരണം എപ്പോഴും നമ്മൾ അശ്ലീലതകൾ കേൾക്കാൻ, വീട്ടിൽ പോയി ഉറങ്ങുന്ന സമയത്തും ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് സിനിമാ പാട്ടുകൾ കേൾക്കുന്ന കാലഘട്ടം. രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോഴും കാതിൽ ഹെഡ്സെറ്റ്, സൈക്കിൾ യാത്ര ചെയ്യുമ്പോഴും, ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴും, ട്രെയിനിൽ കയറുമ്പോഴും, ബസ്സിൽ കയറുമ്പോഴും, ഉറങ്ങാൻ കിടക്കുമ്പോഴും എപ്പോഴും നമ്മളുടെ കാതിൽ അശ്ലീലത. ഒരു നന്മയും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോയി. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും സഹോദരങ്ങളെ? എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും? നമ്മൾ എവിടെയാണ് ദീനുള്ളത്? ദീൻ എവിടെ? ദീൻ പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയി. സുപ്രീം ജഡ്ജിയായിരുന്നു ഇസ്ലാമിക ഭരണകാലത്തിൽ ബഹുമാനപ്പെട്ട ശുറൈഹ് റളിയല്ലാഹു തആല അൻഹു. പഠിച്ചു വെക്കണം നമ്മൾ. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു സിഫീനിലേക്കുള്ള യാത്രാ മധ്യേ അദ്ദേഹത്തിന്റെ പടയങ്കി മോഷണം പോയി. മോഷണം പോയതാകുന്ന പടയങ്കി അദ്ദേഹം പിന്നീട് കാണുന്നത് കമ്പോളത്തിൽ ഒരു ജൂതനായ മനുഷ്യൻ കയ്യിൽ പിടിച്ചുകൊണ്ട് വിലപേശുന്ന രംഗമാണ്. ബഹുമാനപ്പെട്ട അലിയാരി തങ്ങൾ അന്ന് അമീറുൽ മുഅ്മിനീനാണ്. ഇസ്ലാമിന്റെ 4ാമത്തെ ഖലീഫയായി നിലകൊള്ളുന്ന കാലഘട്ടമാണ്. നേരെ ചെന്നുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇതെന്റെ പടയങ്കിയാണ്. കാരണം അദ്ദേഹത്തിന് പടയങ്കി കണ്ടാൽ തിരിച്ചറിയും. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന എന്റെ കുപ്പായം അതെനിക്ക് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയും. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുപ്പായം നിങ്ങൾക്ക് തിരിച്ചറിയുന്നത് പോലെ വീട്ടിൽ 500 കുപ്പായം മറ്റുള്ളവരുടെ ഉണ്ടായാലും അതിനിടയിൽ നിന്ന് നമ്മൾ നമ്മുടെ കുപ്പായം വാഷിംഗ് മെഷീനിൽ നിന്ന് തിരഞ്ഞെടുക്കും. അല്ലെങ്കിൽ അലക്ക് റൂമിൽ നിന്ന് അലക്കുകടയിൽ നമ്മൾ നമ്മുടെ ഡ്രസ്സ് തിരഞ്ഞെടുക്കും. എന്നതുപോലെ അലി റളിയല്ലാഹു തആല അൻഹു തന്റെ പടയങ്കി കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞു, ഇതെന്റെ പടയങ്കിയാണ്. സിഫീനിലേക്കുള്ള യാത്രാ മധ്യേ നഷ്ടപ്പെട്ടു പോയതാകുന്ന, നഷ്ടപ്പെട്ടു പോയതാകുന്ന, കളവ് പോയതാകുന്ന സാധനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഇതെന്റേതാണ്. ഖലീഫയാണ് ബഹുമാനപ്പെട്ടവർ. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെതല്ല, ഇതെന്റേതാണ്. വാദമുന്നയിച്ചു. ബഹുമാനപ്പെട്ട അലിയാരി തങ്ങൾ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ കേസ് ഫയൽ ചെയ്തു. നമ്മൾ മനസ്സിലാക്കണം, അധികാരത്തിന്റെ പരമോന്നത പദവിയിൽ നിൽക്കുന്നവരാണ് അലിയാരി തങ്ങൾ. അമീറുൽ മുഅ്മിനീനാണ്, ഖലീഫയാണ്. പിടിച്ചിങ്ങോട്ട് വാങ്ങിയാൽ ചോദിക്കാൻ ആരുമില്ല. എന്നിരുന്നാലും നിയമത്തിന്റെ വഴിയിലേക്ക് പോകട്ടെ, അഥവാ ദീൻ നിലനിർത്താൻ, ദീനിന്റെ വിഷയത്തിൽ വിടാൻ, ദീന് കേസാക്കി. ജഡ്ജി വന്നു. ബഹുമാനപ്പെട്ട ശുറൈഹ് റളിയല്ലാഹു തആല അൻഹു ജഡ്ജി. കോടതി മുറിയിൽ എല്ലാവരും സാഗൂതം വീക്ഷിക്കാൻ. കേസ് ആരുടെ കേസാണ്? ഖലീഫയുടെ കേസാണ്. ഖലീഫയുടെ പടയങ്കി മോഷ്ടിച്ചു എന്നുള്ളതാകുന്ന വിഷയമാണ്. ആരോപിക്കപ്പെട്ടതാകുന്ന ജൂതൻ കടന്നു വന്നു. അദ്ദേഹത്തിന്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് ശുറൈഹ് റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട അലിയാരി തങ്ങളോട് ചോദിച്ചു, നിങ്ങളുടേതാണെന്നുള്ളതിന് തെളിവ് എന്താണ്? സാക്ഷികളുണ്ടോ? ഇസ്ലാമിൽ 2 സാക്ഷികൾ വേണം. ആരാണ് സാക്ഷികൾ എന്ന് ചോദിച്ചു. ദീനിന്റെ മാർഗം മുറുകെ പിടിക്കണ്ടേ? അലിയാരി തങ്ങൾ പറഞ്ഞു, സാക്ഷി 1 എന്റെ മകൻ ബഹുമാനപ്പെട്ടതാകുന്ന ഹസൻ റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് എന്റെ ഒരു അടിമയാണ്. പഠിച്ചു വെക്കണം സഹോദരങ്ങളെ. ബഹുമാനപ്പെട്ട അലിയാരി തങ്ങളോട് ഉടനെ തന്നെ സുപ്രീം ജഡ്ജിയാകുന്ന ശുറൈഹ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അടിമയുടെ സാക്ഷിത്വം ഇസ്ലാമിൽ പരിപൂർണമായി സ്വീകരിക്കൂല. കാരണം അടിമ സ്വതന്ത്രനല്ല. സ്വതന്ത്രനാണെങ്കിലേ ഒരാളുടെ സാക്ഷിത്വം സ്വീകരിക്കുള്ളൂ. അടിമയുടെ സാക്ഷിത്വം പകുതിയെ സ്വീകരിക്കുള്ളൂ, അരസാക്ഷിത്വമേ സ്വീകരിക്കുള്ളൂ. മറ്റൊന്ന് നിങ്ങളുടെ മകനാണ്. മകന്റെ സാക്ഷിത്വം വാപ്പയുടെ വിഷയത്തിൽ സ്വീകരിക്കൂല എന്നും പറഞ്ഞു. കാരണം മകന് വാപ്പ ഒപ്പിച്ച് പറയാല്ലോ, വാപ്പാടെ പടയങ്കിയാൻ വാപ്പാടെ തൊപ്പിയാണെന്ന് മകന് പറയാം. ചിന്തിക്കണം. അലിയാരി തങ്ങൾ റളിയല്ലാഹു തആല അൻഹു ഉടനെ പറഞ്ഞു, അടിമയുടെ വിഷയം ഓക്കെ, അങ്ങനെ തന്നെ നിൽക്കട്ടെ. നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്.
പക്ഷെ ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു തആല അൻഹു എന്ന എന്റെ പ്രിയപ്പെട്ട മകനെ, മുത്തുനബിയുടെ പേരക്കുട്ടിയാണ്, ഫാത്തിമയുടെ മകനാണ്. അവനെ തള്ളിപ്പറയാൻ പാടില്ല. കാരണം അമാ സമഅത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ ഹസന വൽ ഹുസൈന സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന. നീ കേട്ടിട്ടില്ലേ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലേ? ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ സ്വർഗ്ഗത്തിലേതാകുന്ന യുവാക്കളുടെ നേതൃത്വമാണെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ഖാദിയാരോട് ചോദിക്കാൻ. ഖാദിയാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. അഥവാ നാളെ പരലോകത്തുള്ളതാകുന്ന യുവാക്കളുടെ കൂട്ടുകാരാണ്, സ്വർഗത്തിലെ കൂട്ടുകാരാണ്, ദുനിയാവിലെ അല്ല. ദുനിയാവിലെ നേതൃത്വമായിട്ട് അവർ അംഗീകരിക്കാൻ പറ്റൂല. അങ്ങനെ നബി പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് മകന്റെ സാക്ഷിത്വം സ്വീകരിക്കില്ല എന്ത് പറഞ്ഞാലും എന്ന് സുപ്രീം ജഡ്ജിയായ ശുറൈഹ് റളിയല്ലാഹു അൻഹു. ദീനിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ല. ഖലീഫ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ദീനിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ല. സുബ്ഹാനല്ലാഹ്. അവസാനം ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആലയെ സംബന്ധിച്ചു, ശരിയെന്നാ എനിക്ക് വേണ്ട പടയെങ്കിൽ തെളിവ് കൊണ്ടുവരാൻ സാധിച്ചില്ല, കൊണ്ടുപോയിക്കോ, സാക്ഷിത്വമില്ലാതെ വൈറ്റ് പടയെങ്കിൽ തിരിച്ചു കൊടുക്കുക. ജൂതന്റെ അല്ല പടയെങ്കിൽ ജൂതനത് കൊണ്ടുപോകാൻ വേണ്ടി തുനിയുമ്പോ ഖാദിയാര് പറഞ്ഞു, നിനക്ക് സത്യം ചെയ്തുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റും. ശുറൈഹ് റളിയല്ലാഹു തആല എന്ന് ജഡ്ജി പറഞ്ഞു, സത്യം ചെയ്തിട്ട് 3 പ്രാവശ്യം സത്യം ചെയ്തുകൊണ്ട് നീ ഇത് കൊണ്ടുപോയിക്കോ എന്ന്. വരണ്ടുപോയി ജൂതനായ മനുഷ്യൻ ആ സമയത്ത് അവിടെ വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അമീറുൻ തുഖാലനി അമാമ ഖാലിഹി വഖാലി യഖ്ലീനി അലൈഹി. അമീറുൻ തുഖാലനി അമാമ ഖാലിഹി. ഈ രാജ്യത്തിന്റെ ഭരണാധികാരി അധികാരത്തിന്റെ പരമോന്നത പദവിയിൽ നിലകൊള്ളുമ്പോഴും അദ്ദേഹം നീതിന്യായത്തിന് വേണ്ടി നിലകൊണ്ടത് ഖാദിയാരിലേക്കാണ് മസല പുറപ്പെടുവിച്ചത്. അമീറിന്റെ ഖാദിയാകുന്ന ശുറൈഹ് എന്ന് പറയുന്ന വലിയ മനുഷ്യനോ ദീനനുസരിച്ചുകൊണ്ട് വിധിച്ചതിന്റെ പേരിൽ, തെളിവില്ലാത്തതിന്റെ പേരിൽ അദ്ദേഹം എനിക്ക് അനുകൂലമായി, ബഹുമാനപ്പെട്ട അലിയാരിതങ്ങൾക്ക് പ്രതികൂലമായി ഈ പടയെങ്കിൽ സത്യം ചെയ്തു കൊണ്ടുപോകാൻ പറയുന്നു. ഇതെങ്ങനെ എനിക്ക് സാധിക്കും? ദീൻ മുറുകെ പിടിക്കുന്ന ഇവരുടെ ഈ ിലേക്ക് കടന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട അലിയാരിതങ്ങളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് അദ്ദേഹം ചൊല്ലി, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഷഹാദത്ത് കലിമ ചൊല്ലി. ഇതാണ് ചരിത്രം. ബഹുമാനപ്പെട്ട അലിയാരിതങ്ങൾ അപ്പോൾ തന്നെ പടയെങ്കിൽ അദ്ദേഹത്തിന് കൊടുത്തു, ദൂതന്റെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം മുസ്ലിമായ സഹോദരന് കൊടുത്തിട്ട് പറഞ്ഞു, ഈ പടയെങ്കിയും ഇരിക്കട്ടെ, ഞാൻ ഇങ്ങോട്ട് വന്ന എന്റെ ഒരു കുതിരയും നിനക്ക് ഇരിക്കട്ടെ. കുതിരയും കൊടുത്തു. ഇത് കണ്ടുകൊണ്ട് അസ്തമിച്ചു നിന്നതാകുന്ന ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞു, എന്റെ ഒരു അശ്രദ്ധ കാരണം ഒരാൾ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നല്ലോ, അതാണ് എനിക്ക് ഏറ്റവും വലിയ ഖൈറ്. തങ്ങൾ പറഞ്ഞ ചരിത്രം പഠിക്കേണ്ട. ഈ ചരിത്രങ്ങളൊക്കെ കുഴിച്ചെടുത്തതാകുന്ന സ്വർണം അദ്ദേഹം സ്വന്തം ഉപയോഗിക്കുന്നില്ല. അദ്ദേഹം നേരെ കൊണ്ടുവന്ന് ആരിൽ നിന്നാണോ സ്ഥലം വാങ്ങിയത് അദ്ദേഹത്തിന് കൊടുത്തു. നിങ്ങളുടെ സ്ഥലത്തുനിന്ന് കിട്ടിയ സ്വർണ്ണമാണ്. വിശ്രതാരിസ്മതങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നു മുൻഗാമികളുടെ ദീനിന്റെ മാതൃക. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരിക്കലും നിങ്ങളിൽ നിന്ന് ഇത് വാങ്ങൂല, കാരണം ഞാൻ നിങ്ങൾക്ക് ആ സ്ഥലം പരിപൂർണമായി വിറ്റതാണ്, അതിലുള്ള സർവ്വതും നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. രണ്ടുപേരും ആ വിഷയത്തിൽ തർക്കമായി. തർക്കം എന്ന് പറഞ്ഞാൽ സന്തോഷകരമായ തർക്കം, സ്വീകാര്യകരമായ തർക്കം, സൂക്ഷ്മതയുടെ വിഷയത്തിലുള്ള തർക്കം. അങ്ങോട്ട് വാങ്ങോ, ഇങ്ങോട്ടോ, എനിക്ക് വേണ്ട, നിനക്കെടുത്തോ, നീ എടുത്തോ, നീ എടുത്തോ. ഇതാണ് കളി. സ്വർണം വെച്ചോണ്ട് കളിക്കുക. അത് ചിന്തിച്ചു നോക്കി അങ്ങനെ ഒരു കാലഘട്ടത്തെ പറ്റി. അവസാനം അവർക്കിടയിൽ പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞു. ആ കാലഘട്ടത്തിലെ പണ്ഡിതന്റെ അടുക്കിലേക്ക് വിധി പ്രഖ്യാപിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് രണ്ടാളുകൾക്ക് മക്കളുണ്ടോ? ഉണ്ട്. ഒരാൾക്ക് ആൺകുട്ടിയുണ്ട്, മറ്റേയാൾക്ക് പെൺകുട്ടിയുണ്ട്. പ്രായപൂർത്തി എത്തിയവരാണോ? അതെ. ആ രണ്ടുപേരും അങ്ങോട്ടിക്കൊണ്ട് വിവാഹം കഴിക്കുകയും ചെയ്തു. ആ സ്വത്ത് അവർക്കിടയിൽ വിഹിതമാക്കുകയും ചെയ്തു. അവ രണ്ടുപേർക്കും റാഹത്തായ നിലയിൽ പ്രശ്നത്തിന് പരിഹാരവുമായി. നബിതങ്ങൾ പറഞ്ഞു, സ്വഹാബ, മുൻഗാമികളുടേതാകുന്ന ദീനിന്റെ മാതൃക ഇതായിരുന്നു. ഈ ഒരു ജീവിതമാണ് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് കഴിയുമോ സഹോദരങ്ങളെ ഈ ജീവിതം? നമ്മൾ ആർക്കാണ് ഈ ഒരു ജീവിതം കഴിയും? നമ്മൾ പൈസയുടെ പിറകെ ഓടുകയാണ്, ദുനിയാവിന്റെ പിറകെ ഓടുകയാണ്. ഏത് സമയത്തും എപ്പോഴും മരണം നമുക്ക് പിടികൂടാം, ഉറപ്പാണ്, തീർച്ചയായും വസ്തുതയാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നില്ല. ദിക്ർ ചെല്ലാനുള്ള സമയങ്ങളും സന്ദർഭങ്ങളും നമുക്ക് മുമ്പിൽ ഉണ്ടായിട്ട് പോലും നമ്മൾ അതിനുവേണ്ടി തുനിയുന്നില്ല. ദിക്റിന്റെ മജ്ലിസുകൾ, നൂറുകൾ, പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന സദസ്സുകൾ, സ്വലാത്തിന്റെ മജ്ലിസുകളൊക്കെ സംഘടിപ്പിക്കപ്പെടുമ്പോഴും അതിനെയൊക്കെ വിമുഖത കാണിച്ചുകൊണ്ട് മാറി നിൽക്കുന്നതല്ലാതെ കയറി നിന്നുകൊണ്ട് കൂടെ നിന്നുകൊണ്ട് ചെല്ലാൻ നമ്മളിൽ എത്ര പേര് സന്നദ്ധരാകുന്നുണ്ട് സഹോദരങ്ങളെ? ചിന്തിക്കുക.
അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എത്രത്തോളം ദീൻ നിലനിർത്തിയ മഹത്തുക്കൾ ഉണ്ടായിരുന്നു. 939 ബറോഡയിലെ ഒരു ഇംഗ്ലീഷ് പെട്രീഷ് ക്യാമ്പിൽ പട്ടാളക്കാരനാകുന്ന ഒരു മനുഷ്യൻ വൈകി വന്നതിന്റെ പേരിൽ, രാവിലെ ക്യാമ്പിലേക്ക് വൈകി വന്നതിന്റെ പേരിൽ കേണലാകുന്ന മേഴ്സി എന്ന് പറയുന്ന മനുഷ്യൻ ആ പട്ടാളക്കാരനെ അതിക്രൂരമായി മർദ്ദിച്ചുകൊണ്ട് അവശനാക്കി ഉച്ചവരെ, നട്ടുച്ച വെയിൽ വരെ അദ്ദേഹത്തെ നിർത്തിക്കൊണ്ട് കെട്ടിയിട്ടുകൊണ്ട് മർദ്ദിച്ച് അവശനാക്കി. അവസാനം അദ്ദേഹത്തെ കെട്ടഴിച്ചുകൊണ്ട് അഴിച്ചുവിടുമ്പോ ചാട്ടവാറടികേറ്റുകൊണ്ട് പരവേശനായി അദ്ദേഹം ഓടിച്ചെന്നുകൊണ്ട് കിണറിന്റെ വക്കിലേക്ക് ചെന്നു. കേണൽ പുറകെ ചെന്നു. മേഴ്സി എന്ന് പറയുന്ന അന്യ സമുദായത്തിൽപ്പെട്ട സഹോദര സമുദായത്തിൽപ്പെട്ട പട്ടാളത്തിന്റെ കേണൽ ചെന്നുകൊണ്ട് നോക്കുമ്പോ ഈ പട്ടാളക്കാരൻ കാണിക്കുന്നത് ഒദു ചെയ്യാൻ അംഗസ്നാനം വരുത്തുക. ഒദു ചെയ്യുമ്പോൾ അദ്ദേഹം വീണ്ടും ഛർദ്ദിച്ചു. വായിലേക്ക് വെള്ളം കൊള്ളുന്നുണ്ട്, പക്ഷെ അത് തുപ്പിക്കളയുന്നുണ്ട്. വായിൽ വെള്ളം അദ്ദേഹം കൊള്ളുന്നുണ്ട്, തുപ്പിക്കളയുന്നുണ്ട്. 3 പ്രാവശ്യം അങ്ങനെ അദ്ദേഹം ചെയ്തു. വുളൂ പരിപൂർണമായി കൈകാലുകൾ കഴുകി, തല തടവി, ചെവി തടവി, കാലുകൾ കഴുകി പരിപൂർണമായി വുളൂ എടുത്തതിന് ശേഷം അദ്ദേഹം നേരെ പോയി 4 റക്അത്ത് നമസ്കരിക്കാൻ. നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വരുമ്പോ കേണൽ അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ചോദിച്ചു, നീ എന്താണ് രാവിലെ പട്ടാള ക്യാമ്പിലേക്ക് വൈകി വന്നതെന്താണ്? പട്ടാളത്തിന്റെ ഒരു ചിട്ട അതാണ്. വൈകി വന്ന കാരണം ഒന്നും അന്വേഷിക്കാതെ തന്നെ പ്രഹരം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തോട്. രാവിലെ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, പട്ടാള ക്യാമ്പിലെ ഞങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന പള്ളി ഇമാം അത്തീഖുർ റഹ്മാൻ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ, അദ്ദേഹം പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് ആലി ഇമ്രാൻ ഓതി പരിപൂർണമായി പൂർത്തീകരിച്ചതിന്റെ പേരിലാണ് ഞങ്ങൾക്ക് പട്ടാള ക്യാമ്പിലേക്ക് വരാൻ വൈകിയത്. അല്പം വൈകിപ്പോയി, ദീർഘ സൂറത്ത് ഓതിയതിന്റെ പേരിലാണ്. അദ്ദേഹം വലിയ സൂറത്ത് ഓതിയതുകൊണ്ടാണ് എനിക്ക് നിസ്കാരം അല്പം വൈകിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ ക്യാമ്പിലേക്ക് വരാൻ വൈകിയത്. ശരി, ഞാൻ ചോദിക്കട്ടെ, നീ എന്താണ് ഈ നട്ടുച്ചവരെ നിന്നെ ഞാൻ നിർത്തി കെട്ടിയിട്ടുകൊണ്ട് ചാട്ടമാരൻ അടിച്ചുകൊണ്ട് നിന്നെ ഞാൻ ദ്രോഹിച്ചിട്ടും പ്രയാസപ്പെടുത്തിയിട്ടും വായിലേക്ക് കൊണ്ടുവന്നതായ വെള്ളം നീ 3 പ്രാവശ്യവും തുപ്പിക്കളയുന്നത് കണ്ടല്ലോ, ഒരു ഇറുക്ക് പോലും നിന്റെ തൊണ്ടക്കുഴിയിലേക്ക് നീ ഇറക്കാതെ എന്ത് നിലകൊണ്ടത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ നിലകൊള്ളുന്നത് പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ്. ഈ റമദാൻ മാസത്തിന്റെ പവിത്രതയിൽ ഞാൻ പരിപൂർണമായി അള്ളാഹുവിനെ ഓർത്തുപോയി. പടച്ചറബ് എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെ പറ്റി ചിന്തിച്ചു പോയി. റമദാനിൽ മുഅ്മിനീങ്ങളാകുന്ന ആളുകൾ ഒരു വേള ഒരു ഇറുക്ക് പോലും വെള്ളം ഇറക്കാൻ പാടില്ല. ബദരീങ്ങൾ എന്ന് പറയുന്ന മഹത്തുക്കളെ ഞാൻ ചിന്തിച്ചു പോയി. അവർ ബദറിൽ പങ്കെടുത്തത് പരിശുദ്ധമായ റമദാനിലാണ്. അതുകൊണ്ട് ഞാൻ ഒരു ഇറുക്ക് പോലും വെള്ളം കുറിക്കാതെ പരിശുദ്ധമായ റമദാനിന്റെ മഹാത്മ്യം നിലനിർത്തിക്കൊണ്ട് ഞാൻ അതുകൊണ്ടാണ് വായിൽ വെള്ളം കുപ്പിളിച്ചുകൊണ്ട് സുന്നത്ത് നിലയ്ക്ക് ഞാനത് തുപ്പിക്കളഞ്ഞത്, ഞാനത് ഇറക്കാതിരുന്നത് എന്ന് പറയുകയും ബഹുമാനപ്പെട്ടതാകുന്ന ആ പാവപ്പെട്ടതാകുന്ന മുസ്ലിമാകുന്ന പട്ടാളക്കാരന്റെ വർത്തമാനം കേട്ടുകൊണ്ട് കേണൽ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ ഇമാമിനെ എനിക്കൊന്ന് കാണിച്ചു തരാം. നേരെ കൊണ്ടുപോയി പട്ടാള ക്യാമ്പിൽ നേതൃത്വം കൊടുക്കുന്ന അത്തീഖുർ റഹ്മാൻ എന്ന് പറയുന്ന പട്ടാള ക്യാമ്പിലെ ഇമാമിന്റെ അടുക്കിലേക്ക് ചെന്നു. അദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഷഹാദത്ത് കലിമ ചൊല്ലി അബ്ദുറഹ്മാൻ എന്ന പേര് സ്വീകരിച്ചു. ഇന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് സഹോദരങ്ങളെ. ഇന്നും ഈ പറഞ്ഞ മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രീതിയിൽ ഇസ്ലാമികമാകുന്ന ദർശനം, ഇസ്ലാമികമാകുന്ന പ്രബോധന മേഖലയിൽ വർദ്ധിച്ച ധാരാളം ആളുകൾ മുൻഗാമികളുണ്ട്. നമ്മൾ കാരണം ഒരാള് ദീനിലേക്ക് കടന്നു വരാൻ ഇതുവരെ സംജാതമായിട്ടുണ്ടോ? പുതുവിശ്വാസിയായി ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തി നമ്മുടെ കൂടെ ഒരു 10 ദിവസം ജീവിച്ചാൽ സത്യത്തിൽ അവനിലുള്ള അമല് പോലും കുറയുന്നതല്ലാതെ ഒരളവ് പോലും കൂട്ടാൻ സാധിക്കുമോ എന്നെന്റെ പ്രിയപ്പെട്ട ഉമ്മമാരും സഹോദര സഹോദരിമാരും ശ്രദ്ധിക്കും. നമ്മൾ എന്ത് മോമിനാണ് സഹോദരങ്ങളെ, പേരുകൊണ്ട് മുസ്ലിം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കും. ശരിയല്ലേ? നീ നമ്മുടെ ജീവിതത്തിൽ നടത്തപ്പെട്ടു പോയി, ഇല്ലാതായി പോയി, ഒന്നുമില്ല. ജീവിതത്തിന്റെ സർവ്വതും എതിർക്കപ്പെട്ടു പോയി. എന്തിനേറെ ഒരു വാളിന്റെ ഒരു കഷ്ണം ഒരു യൂട്യൂബിലേക്കോ ഒരു ഫേസ്ബുക്കിലേക്കോ ആരെങ്കിലും അപ്ലോഡ് ചെയ്താൽ തന്നെ അതിന്റെ കമന്റുകൾ എടുത്ത് നോക്കിയാൽ മതി. അതിനുള്ളിൽ നമ്മൾ കുറ്റം കാണുകയാണ്. അതാണ് കാലഘട്ടം. എന്ത് വിഷയത്തിലും ഒന്നില്ലെങ്കിൽ സംഘടനാ വിരുദ്ധത പറഞ്ഞു, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറഞ്ഞു, നമ്മൾ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതിയിലേക്ക് സമൂഹം അകപ്പെട്ടുപോയി. എന്തെങ്കിലും നാവ് കൊണ്ട് പറയുന്നവരായി, കൈകൊണ്ട് തർക്കിക്കുന്നവരായി,
ഏതെങ്കിലും റോഡിലിരുന്നു കൊണ്ട് വർത്തമാനം പറയുന്നവരായി, അശ്ലീലമായ സംസാരം പറയുന്നവരായി, കമന്റ് ഇട്ടുകൊണ്ട് ജനവിഭാഗങ്ങളെ തെറിവിളിക്കുന്നവരായി മുസ്ലിം സമുദായം അധപ്പതിച്ചു പോയോ എന്ന് ഞാൻ ഒരു വേള ചിന്തിക്കുകയാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നബിതങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. അവസാന കാലഘട്ടം എത്തുമ്പോ അല്ലാഹ് എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയും ഉണ്ടാവൂല, അല്ലാഹ് എന്ന് പറയാൻ ഒറ്റ ഒരുത്തനെ കിട്ടൂല. അങ്ങനത്തെ ഒരു അവസ്ഥ വരും. ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ യതി അലന്നാസി സമാൻ ഇല്ലാ ബഅദഹു ശർറുൻ മിൻഹു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ജനങ്ങളുടെ മേലൊരു കാലഘട്ടം കടന്നു വരുകയില്ല സഹാബ, ഒരു കാലഘട്ടം കടന്നു വരുകയില്ല ഇല്ലാ ബഅദഹു ശർറുൻ മിൻഹു. ആ കാലഘട്ടത്തിന് ശേഷമുള്ളതായ ജനവിഭാഗങ്ങൾ അവരെക്കാൾ മോശക്കാരായിട്ടാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഓരോ കാലഘട്ടം കഴിയുന്തോറും മോശപ്പെട്ട ആളുകളായിരിക്കും കടന്നു വരിക സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും നല്ല ഉത്തമ നൂറ്റാണ്ട് നമ്മുടെ നൂറ്റാണ്ടാണ് കേട്ടോ സയ്യിദുനാ റസൂലുള്ളാഹി. നബിയുടെ കാലഘട്ടത്തിൽ ജീവിക്കാൻ സൗഭാഗ്യം ലഭിച്ച ഏറ്റവും ഉത്തമ നൂറ്റാണ്ട്. അത് കഴിഞ്ഞ് അതിനോട് ചേർന്നു കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ ദീൻ കുറഞ്ഞു പോകും. ഇനിയിപ്പോ നമ്മൾ അവസാന കാലഘട്ടം ഉള്ള ദീൻ ശരിക്കും മുറുകെ പിടിക്കുക, ഉള്ളത് മുറുകെ പിടിക്കുക. അണപ്പല്ല് കൊണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കുക എന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കുക അതൊരു പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ ഉള്ളത് ശരിക്കും മുറുകെ പിടിക്കുക. നമ്മളിലുള്ള ഈ 5 വഖത്ത് നമസ്കാരം ഒരിക്കലും പാഴാക്കാൻ പാടില്ല. റമളാനിൽ നമുക്ക് കിട്ടിയതാകുന്ന തഹജ്ജുദ് നമസ്കാരം കളയാൻ പാടില്ല, നിലനിർത്തി വരിൻ. മഴ നിങ്ങൾക്ക് അല്ലാഹു നൽകാണ് പരീക്ഷണമായിട്ട്, ഇത് പ്രളയമായിട്ടാകാതിരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ തഹജ്ജുദുകളെ കൃത്യത വെക്കുക, തഹജ്ജുദ് കൃത്യമാക്കി. തഹജ്ജുദ് നിസ്കരിച്ചിട്ട് സുബഹി വരെ ഇസ്തിഗ്ഫാർ ചൊല്ലി അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അത്ര വലിയ മഹത്വമാണ്, അത്ര വലിയ മഹത്വമാണ് ഇസ്തിഗ്ഫാറിന്റെ മഹത്വം. സുബ്ഹാനല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വഉയൂൻ ആഖിരീന മാ آتاهم ربهم ووقاهم ربهم عذاب الجحيم كانوا قليلا من الليل ما يهجعون وبالأسحار هم يستغفرون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, തീർച്ചയായും അല്ലാഹുവിനെ തഖ്വ വെച്ച് ജീവിക്കുന്ന സാലിഹീങ്ങളില്ലയോ അവർക്ക് സ്വർഗ്ഗമാണ്, സ്വർഗ്ഗമാണ്. അവരെങ്ങനെയുള്ളവരെന്നറിയുമോ? കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ. അവർ രാത്രിയിൽ വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഉറങ്ങുക. രാത്രിയിൽ അധിക സമയം ദിക്റാണ്, ഇബാദത്താണ്. തീർന്നില്ല. വബില്ലസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അത്താഴ സമയത്ത് അവർ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരാണ്. വബില്ലസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നവർ എഴുന്നേറ്റിരുന്നുകൊണ്ട് ചെല്ലും. അല്ലാഹു തൗഫീഖ് തരട്ടെ. തഹജ്ജുദ് നിസ്കരിച്ചട്ടെ സുബഹി വരെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹ് ഒക്കെ ചെയ്തു നോക്കിയ ജീവിതത്തിൽ ഭയങ്കര നേട്ടമാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എനിക്ക് വിജയിക്കണം റസൂലേ, വിജയിക്കണം റസൂലേ, ദുനിയാവിലും ആഖിറത്തിലും വിജയിയാകണമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് അനുയായി വന്നുകൊണ്ട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തതായ വർത്തമാനമാണ്, ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്. നിന്റെ നാവ് എപ്പോഴും അല്ലാഹുവിനെ ദിക്റിലായി, അവന്റെ സ്മരണയിലായി നിലകൊള്ളണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ട് നീ നിലകൊള്ളു, ദിക്ർ ചൊല്ലിക്കൊണ്ട് നിലകൊള്ളു, ദുനിയാവും കിട്ടും ആഖിറവും കിട്ടും.
റബ്ബിന്റെ സ്മരണയിലായി നിലകൊള്ളുക. അതിനാണ് നിന്നെ സൃഷ്ടിച്ചത്. മനുഷ്യന്റെ വർഗത്തെ എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ പടച്ചിട്ടില്ല എന്നുള്ളത് തന്നെ പറഞ്ഞത്. അതുകൊണ്ടല്ലേ ബാത്റൂമിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നിന്നോട് ദിക്ർ പറഞ്ഞിട്ടുള്ളത്. ബാത്റൂമിലേക്ക് കയറുമ്പോ തലയിൽ തൊപ്പി വെക്കും, തലമറയ്ക്കും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി, ആൺപിശാചുക്കളെ തൊട്ടും പെൺപിശാചുക്കളെ തൊട്ടും അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുകാല് വെച്ചുകൊണ്ട് കയറിയ മനുഷ്യൻ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവന് പറയണമത്രേ, ഗുഫ്റാനക അൽഹംദുലില്ലാഹി അദ്ഹബ അന്നി അൽ അദാ വഅഫാനി. ഗുഫ്റാനക, അല്ലാഹുവേ നിന്നോട് ഞാൻ പാപമോചനത്തിന് അർത്ഥിക്കുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. അല്ലദീ അദ്ഹബ അന്നി അൽ അദാ വഅഫാനി, എന്നിൽ നിന്ന് മ്ലേച്ഛതകളെ നീക്കി എനിക്ക് സൗഖ്യം നൽകി അല്ലാഹുവിനാണ് സർവസ്തുതിയും. എന്താണ് ഈ ദിക്റിന്റെ മഹത്വം? ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, സഹോദര സഹോദരിമാരോട് സ്നേഹത്തിൽ തന്നെ, ബാത്റൂമിൽ കയറിയത് അത്ര വലിയ പാതകമാണോ, തെറ്റാണോ? ബാത്റൂമിൽ ഇറങ്ങുമ്പോ എന്തിനാണ് ഇവ പാപമോചനത്തിന് അർത്ഥിക്കുന്നത്? ഗുഫ്റാനക, അല്ലാഹുവേ നിന്നോട് ഞാൻ പാപമോചനത്തിന് അർത്ഥിക്കുന്നു എന്ന് മുഅ്മിൻ പറയണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്താ മൂത്രമൊഴിക്കൽ വലിയ തെറ്റാണ്? ഇന്ന് വരെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? മലമൂത്ര വിസർജനം നടത്തൽ തെറ്റായതുകൊണ്ടാണോ ഗുഫ്റാനക എന്ന പദം പറയുന്നത്? അത് പറയുന്നത് അല്ല. മറ്റത് പറയണം, അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നി അൽ അദാ വഅഫാനി, പറയേണ്ടത് തന്നെയാണ്. എന്നിൽ നിന്ന് മ്ലേച്ഛതകളെ നീക്കിയതാകുന്ന അല്ലാഹ് സർവസ്തുതിയും നിനക്കാണ്. കാരണം ഇതൊക്കെ കെട്ടിക്കിടന്നുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന എത്ര ആളുകൾ ഹോസ്പിറ്റലുണ്ട്. വയറ് തുളച്ച്, പിൻഭാഗം തുളച്ചുകൊണ്ട് വയറിന്റെയും തുടഭാവവും ഒക്കെ തുളച്ചിട്ട് പൈപ്പിട്ടുകൊണ്ട് കണക്ഷൻ കൊടുത്ത എത്ര ആളുകളുണ്ട് പ്രയാസം അനുഭവിക്കും. ഇതൊക്കെ ഇട്ടാൽ പോലും ഇറ്റിട്ടുകൊണ്ട് പോകുന്ന എത്ര ആളുകളുണ്ട്. വളരെ ബുദ്ധിമുട്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അവരിൽ നിന്നെല്ലാം അല്ലാഹു എനിക്ക് നീ സൗഖ്യമല്ലോ പറയണം. നമ്മൾ പറയാതിറങ്ങാൻ പാടില്ല. ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ അത് വേറെ ചിന്തിക്കേണ്ട വിഷയമാണ്. പറയാത്തവർ ഇനി മുതൽ അത് ശ്രദ്ധിക്കണം. എന്തിനാണ് ഗുഫ്റാനക എന്ന പദം ആദ്യം പറഞ്ഞത്? അതാണ് എന്റെ ചർച്ചാ വിഷയം. അല്ലാഹു എന്നോട് ഞാൻ പാപമോചനത്തിന് അർത്ഥിക്കുന്നു പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, മുഹദ്ദിസീങ്ങൾ പറയുന്നു, അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തന്നെ ഈ ഭൂലോകത്തേക്ക് പടച്ചത്. അങ്ങനത്തെ മനുഷ്യനാകുന്ന നീ, നിനക്ക് ബുദ്ധിയും ബോധവും വെച്ചതിന് ശേഷം നീ ബാത്റൂമിലേക്ക് ഇറങ്ങുമ്പോൾ, നീ ഇറങ്ങുമ്പോൾ ഇത് പറയാൻ പറഞ്ഞത്, ഈ കുറഞ്ഞ സമയം അല്ലാഹുവേ നിന്നെ വിട്ടുകൊണ്ട് ഞാൻ ഈ ടോയ്ലറ്റിനുള്ളിൽ കയറിപ്പോയി. നിന്നെ ആരാധിക്കേണ്ട സമയം വിട്ടുകൊണ്ട് ഞാൻ ഇതിനുള്ളിൽ കഴിഞ്ഞുപോയി. ഇതിനുള്ളിൽ ദിക്ർ ചെല്ലാൻ പാടില്ല, ഖുർആൻ ഓതാൻ പാടില്ല എന്ന് നീ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് നിന്റെ പ്രവാചക മുഖേന, ഉലമാക്കൾ മുഖേന. എന്നിരുന്നാലും ഈ കുറഞ്ഞ സമയം നിന്നെ ഓർക്കാത്തതിന് അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണേ നാഥാ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ ബാത്റൂമിൽ ഒഴികെയുള്ള സമയം മുഴുവനും ആരിലും ഫിക്റിലായി നീ നിലകൊള്ളണം, അല്ലാഹുവിനെ ചിന്തിച്ചുകൊണ്ട് നിലകൊള്ളണം. അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബാത്റൂമിൽ കയറിയിട്ട് ഇറങ്ങുമ്പോൾ നീ എന്ത് പറയുന്നുണ്ട്? പടച്ചറബെ പുറത്തു താ. കാരണം ഈ കുറഞ്ഞ സമയം നിന്നെ ഓർക്കാത്തതിന്റെ പേരിൽ, ഇല്ല ഓർക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായതിന്റെ പേരിൽ നീ എനിക്ക് പുറത്തു താ. അപ്പൊ നിന്റെ ബാക്കിയുള്ള മുഴുവൻ സമയവും ബാത്റൂമായി മാറാൻ പാടില്ല. എന്ത് വരണം നിന്റെ ചിന്തയിൽ? അല്ലാഹ് എന്നുള്ള ചിന്തയെ വരണം. നമുക്ക് മൊത്തത്തിൽ ബാത്റൂമിൽ ഇരിക്കുന്ന ചിന്ത എപ്പോൾ അല്ലാഹു ആക്കട്ടെ. കുറെ ഇങ്ങോട്ട് റെഡിയായി വരാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ഇന്നത്തെ ഒരു ദിവസം മാത്രം എടുത്ത് നോക്കും. അള്ളാന്ന് ചിന്തിച്ചത് കൊണ്ട് ഒരു മിനിറ്റ് നമ്മൾ ഇരുന്നിട്ടുണ്ട്. അള്ളാഹ് എന്നുള്ളൊരു ചിന്തയിൽ ഒരു മിനിറ്റ്. കച്ചവടം ചിന്തിച്ചു, പലതും ചിന്തിച്ചു, ഭാര്യ ചിന്തിച്ചു, മക്കളെ ചിന്തിച്ചു, കുടുംബം ചിന്തിച്ചു, അള്ളാഹ് ചിന്തിച്ചു. ഒരു മിനിറ്റ് നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട്. ഈ 24 മണിക്കൂറുകളിൽ ഒരു മിനിറ്റിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. വേണ്ട ഒരു സെക്കൻഡ് നിസ്കരിക്കുമ്പോഴും അല്ലാഹു അക്ബർ എന്ന തക്ബീർ കെട്ടുമ്പോഴും റുക്കൂ ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യുമ്പോഴും ഇങ്ങോട്ട് എഴുന്നേറ്റ് വരുമ്പോഴും ഒക്കെ നീ അല്ലാഹു അക്ബർ എന്ന് പറയുന്നുണ്ട്. അപ്പോഴെങ്കിലും ഒരു സെക്കൻഡെങ്കിലും നീ അല്ലാഹ് ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെ പറയുന്നതല്ല, അല്ലാഹ് ചിന്തിച്ചിട്ടുണ്ടോ? പിന്നെ എന്ത് മൂമിനാണ് സഹോദരങ്ങളെ, എന്ത് മൂമിൻ. നമ്മുടെ പേര് മൂമിൻ എന്ന് മാത്രമായി പോയി. അതാണ് പറഞ്ഞത്, ലാ തഖൂമു സ്സാഅ അലാ അഹദിൻ യഖൂലു അല്ലാഹ് അല്ലാഹ്. അല്ലാഹ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെങ്കിലും ഈ ഭൂലോകത്തുണ്ടായിരിക്കെ ഈ ലോകം അവസാനിക്കൂല. നമ്മൾ സത്യത്തിൽ അല്ലാഹ് എന്ന് ശരിക്കും പറയുന്നവരാണ്. നമ്മളെ വിഷയങ്ങൾ റബ്ബിലേക്ക് പറഞ്ഞിട്ടുണ്ടോ സഹോദരങ്ങളെ? ചിന്തിക്കും. പല ഉമ്മമാരും പറയും, ഉസ്താദ് ഞാൻ എന്ത് ചോദിച്ചിട്ടും റബ്ബ് സ്വീകരിക്കുന്നില്ല, ഉത്തരം തരുന്നില്ല. നമ്മൾ അള്ളാഹുവിനോട് എന്താണ് ചോദിച്ചിട്ടുള്ളത് എന്ന് പറയും.
റബ്ബിനോട് നമ്മൾ മനസ്സിരുത്തി ചോദിച്ചിട്ടുള്ളത്, പടച്ച റബ്ബേ നീ എനിക്കിത് തരണേ എന്ന് പറഞ്ഞുകൊണ്ട് യാചിച്ചതാകുന്ന ഏതെങ്കിലും ഒരു സംഗതി അള്ളാഹ് തരാതിരുന്നിട്ടുണ്ടോ? യാചിച്ച് ചോദിച്ച ഒരു സംഗതി തരാതിരുന്നിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മൾ ജനങ്ങളോട് പറയാൻ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമ്മളൊന്ന് റബ്ബിനോട് ഒരു മിനിറ്റ് ചോദിക്കാതില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആ ബക്കറ്റ് എല്ലാവരും നല്ലൊരു സ്വതക്ക കൊടുക്കണം. അള്ളാഹു നമ്മുടെ സ്വതക്കകളെ സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല നിയ്യത്താണ് ഇതിന്റെ സംഘാടകർക്കുള്ളത്. നമ്മുടെ മദ്രസയുടെ പുനരുദ്ധാരണമാണ് ഹിദായത്തു സുബിയാൻ എന്ന മഹത്തായ മദ്രസ. അള്ളാഹു ഖൈറായ നിലയിൽ അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവർക്ക് ആമീൻ പറയാം. എന്തായാലും ആമീൻ പറ. അള്ളാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും കൊടുക്കും. അല്ലാഹുവേ ഞങ്ങളുടെ സദഖകളെ സ്വീകരിക്കണേ അല്ലാ. ഈ ഒരുമിച്ചുകൂടൽ ഖബൂലാക്കണേ അല്ലാ. ഏതെല്ലാം ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഞങ്ങളുടെ സദഖ നൽകിയത്, സർവ്വ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കണേ അല്ലാ. പരിപൂർണമായ രോഗശമനം നൽകണേ അല്ലാ. ശരീരത്തിന് സിഹത്ത് നൽകണേ അല്ലാ. എല്ലാവിധ അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് നീ കാത്തുരക്ഷിക്കണേ അല്ലാ. മക്കളെ സാലിഹീങ്ങളിലും ആബിദീങ്ങളിലും ഹാഫിളീങ്ങളിലും ഉൾപ്പെടുത്തണേ അല്ലാ. നാളെ പാരത്രിക ലോകത്ത് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. നല്ലതുപോലെ കൊടുക്കും ഇൻഷാ അല്ലാഹ്. ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദീൻ അനിവാര്യമാണ്. ദീൻ പരിപൂർണമായി വേണം. ആ ദീൻ നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ, അല്ലാഹ് എന്നുള്ള ചിന്തയിൽ നമ്മൾ നിലകൊള്ളണമെങ്കിൽ നമ്മുടെ ഫിക്റിലാകണം. എപ്പോഴും നമ്മുടെ നാവ് ദിക്റിലായി നിലകൊള്ളൽ അനിവാര്യമാണ്. ഏറ്റവും മഹത്തായ ദിക്റല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും മഹത്തായ ദിക്റല്ലേ. പലരും പറയും ഉസ്താദേ എനിക്കൊരു തരീഖത്ത് വേണം, എനിക്കൊരു ശൈഖ് വേണം, അവിടെ തേടിപ്പോ ഇങ്ങനെ തേടിപ്പോ. പലരും ഇങ്ങനെ കള്ളത്തരീഖത്തും വ്യാജ തരീഖത്തിലും പോയി പെടുകയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. എത്ര ആളുകളുണ്ട് അങ്ങനെ പെട്ടുപോയവർ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വലിയ വലിയ ആളുകൾ പോലും അങ്ങനെ പെട്ടുപോയവരുണ്ട്. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള എളുപ്പ വഴി ഏതാണ്? എളുപ്പ വഴി ഏതാ? ദിക്ർ തന്നെയാണ്. അലി റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മാ അസ്ഹറു ത്വരീഖി ഇലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ അല്ലാഹുവിലേക്കുള്ള എളുപ്പമാർഗം ഏതാണ്? എളുപ്പമാർഗം ഏതാണ്? അലിയാര് തങ്ങളെ മരുമകനാണ്. റസൂലുള്ളാഹിയുടെ മരുമകനാണ്. അതുകൊണ്ട് തന്നെ സ്നേഹത്തോടുകൂടി ചോദിക്കുകയാണ്, അല്ലയോ പ്രിയപ്പെട്ടവരെ, കുടുംബക്കാരല്ലയോ, റസൂലുള്ളാഹിയോട് ചോദിക്കുന്നു, നബിയേ മാസലു തരീഖിലല്ലാഹ്, അല്ലാഹുവിലേക്കുള്ള എളുപ്പമാർഗം ഏതാണ്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അലൈക ബിദിക്രില്ലാഹി സിർറൻ വഅലാനിയ, അല്ലാഹുവിനോട് ദിക്ർ ചൊല്ലിക്കൊണ്ട് കൂടണേ, രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ സ്മരിക്കുന്നവനാകണേ. അലിയാര് തങ്ങൾ വീണ്ടും ചോദിക്കുകയാണ്, നബിയേ എനിക്ക് മാത്രമായി ഒരു ദിക്ർ നൽകണേ റസൂലേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അലിയേ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ ദിക്ർ നീ ചൊല്ലിക്കൊണ്ട് കൂടണേ. അലിയാര് തങ്ങളോട് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലിനോട് അലിയാര് തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ ഇത് സർവർക്കും അറിയാവുന്ന ദിക്റല്ലയോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ അലിയാരെ, നീ രക്ഷപ്പെടുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി.
നിങ്ങൾ മുൻഗാമികളാകുന്ന സർവ്വ സൂഫിയാക്കൾ എടുത്തു നോക്കും. ഇപ്പൊ ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദ്, നമുക്കുണ്ടായിരുന്നല്ലോ ഇവിടെ ഒരു ബാപ്പു ഉസ്താദ്, ഇവരൊക്കെ എടുത്തു നോക്കി. അല്ലാഹുവിന്റെ ഒക്കെ ദറജ ഉയർത്തുമാറാവട്ടെ. ഇവരൊക്കെ ദിക്റിലൂടെ മുന്നോട്ട് പോയിട്ടുള്ളത്. എപ്പോഴും അല്ലാഹ് എന്നുള്ള ദിക്റിലായിട്ടല്ലാതെ വേറെ ഒരു പരിപാടിയില്ല. അവരുടെ അടുക്കലൊക്കെ പോയി ഒരു ഇജാദത്ത് വാങ്ങുമ്പോ അവർ കൊടുക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചിലർക്ക് കൊടുക്കുന്നതാ അവരുടെ മുരീദാക്കി മാറ്റണമെങ്കിൽ കൊടുക്കുന്നത് എത്രയാണെന്നറിയോ? ഒരു 10 ലക്ഷം കൊണ്ട് ചൊല്ലിക്കോളാം. നമ്മൾ 10 ലക്ഷം എന്ന് കേട്ടാ അപ്പൊ ഓടും, പിന്നെ ആ വഴിക്ക് പോകില്ല. മുരീദായില്ലും കുഴപ്പമില്ല. 10 ലക്ഷം ലായിലായാലും ചൊല്ലിക്കോളാനാ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇവരല്ലാതെ തന്നെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ദിക്റുകളോട് ചെല്ലിയ ചൂട് കൂടും. അടുത്തോട്ട് വാ, പ്രകാശം കയറുകയാണ് അവരിലേക്ക്. അതിനിവർ കൊടുക്കുന്നത് അധിക ആളുകളും അധിക സൂഫിയാക്കളും മഹത്തുക്കളെയും ചരിത്രം എടുത്ത് നോക്കി അവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദിന്റെ സ്ഥിരം ഇജാദത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത്ര 3 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം അങ്ങനെ കൊടുക്കാൻ. അല്ലാഹുവിന്റെ ഒക്കെ ദറജ ഉയർത്തട്ടെ. അങ്ങനെ കൊണ്ട് കൊടുക്കും. അത് ചെല്ലി കൊണ്ട് തീരുമ്പോഴത്തേക്കും ഏകദേശം പരിവാവും. എന്ന് പറഞ്ഞാൽ ദിക്ർ ചെല്ലി മാറിയിരിക്കുക, നിസ്കരിക്കണ്ടെന്നുള്ള അർത്ഥത്തിലല്ല. ചിലത് ഇങ്ങനെ നോക്കിയിരിക്കുക, പറയുന്നത് എന്താണ് അത് പിടിച്ചിട്ട് ക്ലിപ്പാക്കി യാതൊന്ന് കൊണ്ടുവിട്ടേക്കാം. ശരിയാര് പറഞ്ഞിട്ട് ദിക്റില്ല മതി, രക്ഷപ്പെടും. ദിക്ർ എന്ന് പറഞ്ഞാൽ ദിക്ർ ഖുർആനോത്തും നിസ്കാരവും ഒക്കെ അല്ലാഹുവിന്റെ ഫിക്ർ തന്നെയാണ്, ചിന്ത തന്നെയാണ്. അതെല്ലാം അത് തന്നെയാണ്. നിസ്കാരത്തിലും ദിക്റല്ലേ ഉള്ളത്? ദിക്റല്ലേ? ദിക്റിൽ എന്താ ഉള്ളത്? സുബ്ഹാന റബ്ബിയൽ അസീം വബിഹംദി. എന്താണത്? അതാണ് ദിക്ർ എന്ന് പറഞ്ഞാൽ. ദിക്ർ തലയെ കൊട്ടായ വെച്ച് വരികയല്ല, കിരീടം വെച്ച് വരികയല്ല. മനസ്സിലാക്കണം. സുജൂദിൽ എന്താ? സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദി. അതാണ് ദിക്ർ. ദിക്റാണ്. ദിക്റില്ലാതെ എവിടെ ഒരു പരിപാടിയില്ല. എല്ലായിടത്തും അല്ലാഹുവിനെ സ്തുതിക്കുക, പുകഴ്ത്തുക, വാഴ്ത്തുക തന്നെ പരിപാടി. അനിവാര്യമാണത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ചിട്ട വരണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് നമുക്ക് മഹത്തുക്കളാകും നമ്മുടെ ഉസ്താദുമാരും മശായിഖന്മാരും ഇന്നും ഉണ്ടല്ലോ. സമസ്തയിൽ എത്രയോ പണ്ഡിതന്മാരുണ്ട്. അവരെ കണ്ടുകൊണ്ട് വാങ്ങണം നമ്മൾ. ചില ആളുകളുണ്ട് കൊട്ടപ്പടി ഇതിങ്ങനെ വാങ്ങിച്ചു വെക്കും, ചെല്ലത്തേ ഇല്ല. അങ്ങനെ ആകാനും പാടില്ല. വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ പിന്നെ നിത്യമായി അത് ചെല്ലണം. ആ രീതിക്ക് നല്ല രീതിയിൽ റാഹത്തായ നിലയിൽ ചെല്ലുന്നെങ്കിൽ മാത്രമേ അത് വാങ്ങാവൂ. അങ്ങനെ കൂടി ചെല്ലിയാൽ ഇൻഷാ അല്ലാഹ് കുറെ ദീനിലേക്ക് നമുക്ക് കുറെ അടുപ്പം വരും. ദിക്ർ കുറെ ചിലവ് മനസ്സ് ക്ലിയറാവും, തെറ്റുകളിൽ നിന്ന് ഒഴിയും. നിസ്കാരങ്ങൾ കറക്റ്റ് ആകുന്നു, പള്ളിയിലേക്ക് കൃത്യമായി വരാൻ തോന്നുന്നു, ജമാഅത്തുകൾ കൃത്യമായി വരുന്നു, ഇമാമും ജമാഅത്ത് ശീലിക്കുന്നു, എല്ലാ കാര്യങ്ങളും ചിട്ടയാവും. അതിനൊരു കണക്ഷൻ വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണക്ഷൻ കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തു. തന്റെ ശിഷ്യനാകുന്ന അലി റളിയല്ലാഹു അൻഹു, നീ ചൊല്ലിക്കോ, നിനക്ക് മാത്രം ഒരു ദിക്ർ ഇജാസത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൂസാ നബി ചോദിച്ചു, അല്ലാഹ് എനിക്ക് മാത്രം ഒരു എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള എളുപ്പ വഴിയേതാ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അമ്മോശം കാക്ക എന്ന നിലയ്ക്ക് രഹസ്യമായി ചോദിച്ച അലിയാരിതങ്ങൾ അപ്പോഴും പറഞ്ഞു, അലൈക ബിദിക്രില്ലാഹി സിർറൻ വഅലാനിയ. അള്ളാഹിലേക്ക് അടുക്കാൻ വെളുപ്പോ കറുപ്പോ നീളമോ പൊക്കമോ വണ്ണമോ ഒന്നും അല്ല നോട്ടം. അള്ളാഹിലേക്ക് അടുക്കണമെങ്കിൽ ദിക്ർ ചൊല്ലിയാൽ മതി. അടുക്കും. പൊക്കം കുറയുവാനാണെങ്കിൽ ഇങ്ങ് കയറാം, വെളുത്തവനാണെങ്കിൽ ഇങ്ങ് കയറാം. കറുകറുത്ത പെണ്ണാണോ ഇങ്ങോട്ട് വരാം. അള്ളാഹുവിലേക്ക് അടുക്കുക. എന്ത് വേണം? ദിക്ർ മതി. നീ മുറുകെ പിടിച്ചാ മതി. കറുത്തെന്ന് വിഷയില്ല. ബഹുമാനപ്പെട്ട അത്താ ഇബ്നു അബീ റവാഹ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു എന്നോട് ഒരിക്കൽ പറയുകയാണ്, നീ സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടോ? സ്വർഗ്ഗത്തിലെ സ്ത്രീയെ കണ്ടിട്ടുണ്ടോ? നിനക്ക് ഞാൻ സ്വർഗ്ഗത്തിലെ ഒരു പെണ്ണിനെ കാണിച്ചു തരട്ടെയോ? അലാ ഉരിയന്നക മിൻ അഹ്ലിൽ ജന്ന, അലാ ഉരിയന്നക മിൻ അഹ്ലിൽ ജന്ന. സ്വർഗ്ഗത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ നിനക്ക് ഞാൻ കാണിച്ചു തരട്ടെ. ഒരു പെണ്ണാണത്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുർആൻ വ്യാഖ്യാതാവാണ്. അദ്ദേഹം പറഞ്ഞു, അതാ ഇബ്നു അബീ റബാഹ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. രണ്ടുപേരും സ്വഹാബികൾ. സ്വർഗ്ഗത്തിൽ കിടക്കുന്ന ആളോ ഒന്ന് കണ്ടാ കൊള്ളാന്ന് പറഞ്ഞു. അപ്പൊ കാണിച്ചു, ഈ കരിമ്പടം പൊതിച്ചു പോകുന്ന കറുകറുത്ത പെണ്ണാണ്. ആദിഹിൽ മർഅത്തു സൗദാഉ. ഈ കറുത്ത പെണ്ണാണ്. ഈ കറുത്ത പെണ്ണാണ്. എന്താണ് ആ കറുത്ത പെണ്ണിലുള്ളത്? അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പെണ്ണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി അതസറു വ തകശഫു യാ ഹബീബല്ലാഹ്.
എനിക്ക് അപസ്മാര രോഗമുണ്ട് റസൂലേ. അപസ്മാരം വന്നുകൊണ്ട് ഞാൻ തലചുറ്റി താഴേക്ക് വീഴുമ്പോ ബോധമില്ലാത്ത അവസ്ഥയിൽ നിലത്ത് കിടക്കുന്ന സമയത്ത് എന്റെ ശരീരത്തിന്റെ ഉടയാടുകൾ മാറാറുണ്ട്, എന്റെ നഗ്നത വെളിവാകാറുണ്ട് റസൂലേ. ഫതുവല്ലാഹി, എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ റസൂലേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ കറുകറുത്ത പെണ്ണ് വന്നുകൊണ്ട് പരാതിപ്പെട്ടപ്പോ അപസ്മാര രോഗത്തെ കുറിച്ച് മുത്തുനബിയോട് പരാതി പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പെണ്ണിനോട് പറയുകയാണ്, പെണ്ണേ, ഇനി ശിഅതി സബർതി ഫലകിൽ ജന്ന, നീ അപസ്മാര രോഗത്തിന്റെ മേലൊന്ന് ക്ഷമിച്ചാൽ നിനക്ക് അല്ലാഹു സ്വർഗം നൽകുന്നതാണ്, സ്വർഗം നൽകുന്നതാണ്. മലപ്പുറം ജില്ലയിലെ വൈരത്തൂരിലുള്ള പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്. ആർക്കെങ്കിലും അപസ്മാര രോഗമുണ്ട് എങ്കിൽ ആ അപസ്മാര രോഗത്തിന്റെ മേൽ ആരെങ്കിലും ക്ഷമിച്ചു കഴിഞ്ഞാൽ സ്വർഗമാണ്, സ്വർഗമാണ്. ഹബീബായ റസൂലുള്ളാഹി ഇൻ ശിഅതി സബർതി ഫലകിൽ ജന്ന, നീ രോഗത്തിന്റെ മേല് ക്ഷമിച്ചാൽ അല്ലാഹു നിനക്ക് സ്വർഗം നൽകുമേ പെണ്ണേ, സ്വർഗം നൽകുമേ പെണ്ണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ പെണ്ണ് പറയുകയാണ്, റസൂലല്ലാഹ്, ഞാൻ ക്ഷമിക്കാൻ റെഡിയാണ് റസൂലേ, ക്ഷമിക്കാൻ തയ്യാറാണ് റസൂലേ, അപസ്മാര രോഗത്തിന്റെ മേല് ക്ഷമിക്കാൻ തയ്യാറാണ്. ഫദുല്ലാഹി ലീ അല്ലാ തകശഫാ, നിലത്ത് കിടന്നുകൊണ്ട് ഉരുളുന്ന സമയത്ത്, ബോധമില്ലാതെ നിലത്ത് കിടന്നുകൊണ്ട് സുഖമില്ലാത്ത സമയത്ത് ഉരുളുമ്പോ ഞാൻ ധരിച്ചിരിക്കുന്ന പർദ്ദകൾ, ഞാൻ ധരിച്ചിരിക്കുന്ന ഉടയാടുകൾ മാറി എന്റെ തുടഭാഗവും എന്റെ ശരീരത്തിൻ്റെതാകുന്ന സർവ്വരോമകൂപങ്ങളും സർവ്വ അവയവങ്ങളും അന്യരാകുന്ന പരപുരുഷന്മാരെ കാണാൻ ചാൻസ് ഉണ്ട് റസൂലേ. എന്റെ ശരീരത്തിൻ്റെതാകുന്ന നഗ്നതകൾ പരപുരുഷന്മാരെ കാണാൻ ചാൻസ് ഉണ്ട് റസൂലേ. അതുകൊണ്ട് ഫദുല്ലാഹി ലീ അല്ലാ അതകശഫ, എന്റെ വസ്ത്രം നീങ്ങാതിരിക്കാൻ തങ്ങളൊന്ന് ദുആയിരക്കണേ റസൂലേ. അസുഖം വന്നാൽ ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ്, രോഗത്തിന്റെ മേലെ ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ്. ആളുകൾക്കിടയിൽ ബോധമില്ലാതെ നിലത്ത് വീണുകൊണ്ട് വായിൽ നിന്ന് നുരകളും പതകളും വരുന്നതായ മോശപ്പെട്ട രോഗത്തെ തൊട്ട് ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ് റസൂലേ. പക്ഷെ അങ്ങനെ വീഴുന്ന സമയത്ത് എനിക്ക് ബോധമില്ല, സ്വബോധമില്ല. ആ ബോധമില്ലാത്ത സമയത്ത് എന്റെ വസ്ത്രം ഇതാ പുറത്തു വരുന്നുണ്ട്, എന്റെ നഗ്നത പുറത്തു വരുന്നുണ്ട്, ശരീരത്തിന്റെ നഗ്നതകൾ പരപുരുഷന്മാരെ കാണുന്നുണ്ട്. അത് കാണാതെ എന്റെ വസ്ത്രമൊന്ന് പരിപൂർണമായി മറച്ചിടുന്നതിനെ തൊട്ട് തങ്ങളൊന്ന് ദുആ ചെയ്യണേ റസൂലേ. ആകാശത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് റസൂലുള്ള കൈകൾ ഉയർത്തുകയാണ്. അല്ലാഹുവേ, ഈ പാവപ്പെട്ട പെണ്ണിന് രോഗം കൊണ്ട് നീ പരീക്ഷിക്കുമ്പോൾ അവരുടെ വസ്ത്രവിധാനം ശരിയാക്കാൻ നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ, നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ റസൂലുള്ളാഹിയുടെ സ്ഥാനത്തുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ഈ പെണ്ണ് സ്വർഗീയ പെണ്ണാണ്, സ്വർഗത്തിൽ കിടക്കുന്ന പെണ്ണാണ്, രോഗത്തിന്റെ മേലെ ക്ഷമിക്കാൻ തയ്യാറായ പെണ്ണാ. പക്ഷെ തീർ മുറുകെ പിടിച്ച പെണ്ണാണ് കേട്ടോ. അതുകൊണ്ടാണ് സ്വർഗം കിട്ടിയത് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. സ്വർഗം കിട്ടി ഈ മുറുകെ പിടിച്ചത്. എന്താ പെണ്ണ് പറഞ്ഞത്? രോഗം മാറിയില്ലേലും കുഴപ്പമില്ല, എനിക്ക് എന്ത് മതി, എന്റെ ഡ്രസ്സ് മാറാതിരുന്നാണ്. നമ്മളാണെങ്കിലോ ഇന്നത്തെ പെണ്ണ് മുണി വെളിവായ എന്താ കുഴപ്പം? നമുക്കിപ്പോ എന്താ ബോധമില്ലാത്ത സമയത്തല്ലേ, മസല പ്രകാരം സത്യം പറഞ്ഞ ഹിസാബില്ല. ഒരാള് തുണിയില്ലാതെ റോഡെ കൂടെ അങ്ങനെ നടക്കാണ്, അയാള് വിളിച്ചെന്താ, അയാള് ഭ്രാന്തനെന്ന് പറയും ആളുകൾ. അയാൾക്ക് നാളെ മനുഷ്യരെ ചോദ്യം ഉണ്ടോ? യഥാർത്ഥത്തിൽ റഫിയൽ ഖലമു അനിൽ മജ്നൂൻ, ഭ്രാന്തനെ തൊട്ട് ചോദ്യമില്ല. മസല പ്രകാരം എന്താണ്? ചോദ്യമില്ല. എനിക്ക് അബോധാവസ്ഥയിൽ സംഭവിച്ചതല്ലേ എന്ന് പറയലാണ് സത്യത്തിൽ. പക്ഷെ ആ പെണ്ണ് പറഞ്ഞു, എനിക്ക് ലജ്ജയാണ്, പാടില്ല, ഞാൻ ഈ അപസ്മാര രോഗത്തെ ക്ഷമിക്കാൻ തയ്യാറാ. ആളുകൾക്ക് മുന്നിൽ എനിക്ക് ജന്നി വന്നിട്ട് നിലത്ത് വീണ് കടന്നു വരില്ല. എന്താ പറയാ? ജന്നി എന്നാണ് പറയുന്നത്. അപസ്മാരം തന്നെ, മനസ്സിലായില്ലേ? അങ്ങനെ നിലത്ത് കിടന്ന് ഉരുളുന്ന സമയത്ത് എനിക്ക് മാറാ രോഗം കൊണ്ട് ബുദ്ധിമുട്ട് പടച്ചെന്ന് വന്നാലും അൽഹംദുലില്ലാ ഞാൻ സഹിക്കാൻ തയ്യാറാണ്. പക്ഷെ എനിക്ക് ഒറ്റ കാര്യം നിങ്ങൾ ചെയ്തു തരണം. ഫദഉല്ലാഹി ലി അല്ലാ തകശഫ, ഈ തുണി വെളിവായിട്ട് എന്റെ നഗ്നത പുറത്ത് കാണുന്നതിനെ തൊട്ട് എനിക്ക് നാണമാണ്, അതൊന്നും പാടില്ല, അതൊന്നും ദ്വാരം തരണേ നബിയെ, അത് മാത്രം മതി. അതൊക്കെയാണ് പെണ്ണ്. മനസ്സിലായിക്കോ? അപ്പൊ ഈ മുറുകെ പിടിച്ച പെണ്ണുങ്ങളുടെ ഉണ്ടായിട്ടുണ്ട്.
അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചിന്തിച്ചു നോക്കൂ, ബോധമില്ലാത്ത അവസ്ഥയെ പറ്റിയാണ് ഈ പറയുന്നത് കേട്ടോ. ബോധമുള്ള അവസരത്തിലല്ല, ചിന്തയ്ക്ക് തരികയാണ്. കുറച്ചേ പറയുന്നുള്ളൂ, കൂടുതൽ പോകുന്നില്ല അങ്ങോട്ട്. ഇതാണ് ദീൻ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ. ആ ഒരു ദീൻ മുറുകെ പിടിക്കൽ ഇന്ന് നമുക്കുണ്ടോ? ചിന്തിക്കാൻ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇന്ന് വല്ല കഷ്ടപ്പാടുകൾ നമ്മൾ സഹിക്കുന്നുണ്ടോ? ഒരു പ്രശ്നവുമില്ലല്ലോ. ഇന്ന് എല്ലാ കാര്യങ്ങളും വളരെ സുലഭം, എല്ലാം വളരെ റാഹത്ത്, എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഒരു വിഷയത്തിനും ഒരു കുറവുമില്ല, എല്ലാ സൗകര്യങ്ങളും ഇന്ന് ലോകത്തുണ്ട്. പക്ഷെ നമ്മൾ ദീൻ മുറുകെ പിടിക്കാൻ തയ്യാറാകുന്നില്ല. എവിടെയാണെങ്കിലും പ്രഭാഷണങ്ങൾ ഇഷ്ടം പോലെ യൂട്യൂബുകളിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, വാട്സാപ്പിലുണ്ട്, ഗ്രൂപ്പുകളുണ്ട്. ഏത് തരത്തിലും വാളുകൾ കേൾക്കാൻ ശ്രമിക്കാം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാതെ പോയത് ദീൻ തന്നെയാണ്.